മുഖ്യമന്ത്രിയുടെ മകൻ ഇവിടെയല്ല താമസിക്കുന്നത്. അതായത് വിവേക് രൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം, ഈ ഒരു അഡ്രസ്സിൽ ഒരു സമൻസ് വരുന്നു. എന്നാൽ ഈ സമൻസ് മടങ്ങുകയാണ്. എന്തുകൊണ്ട് മടങ്ങി? ഈ പറയുന്ന വിവേക് രൺ ഇവിടെയല്ല താമസം എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. അത് ഈ വിലാസത ഇത് മുഖ്യമന്ത്രിയുടെ വസതിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സമൻസ് മടക്കി അയക്കുന്നത്, അല്ലാതെ വിവേക് രണിൻ്റെ വസതിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഈ സമൻസ് കൊടുത്തു, പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് ED വൃത്തങ്ങളടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ദുരൂഹമായിട്ടുള്ള കാര്യമാണിത്. ED സമൻസ് വന്നതോടുകൂടി 2023 ഇത് സംഭവിക്കുന്നത്. 2023 ഫെബ്രുവരി മാസം 14 ED വിവേക് രണിനെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ട് സമൻസ് അയച്ചത്. പക്ഷെ അന്നത്തെ ദിവസം ഹാജരായില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം ഒരു തുടർ നടപടികളും EDയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇതിന് ഒരു കുമാരനാശാൻ്റെ ഒരു ഈരടിയുണ്ട്, കുട്ടികൾക്കുള്ള കവിതയാണ്. ആ കുട്ടികൾക്കുള്ള കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം എന്ന് പറയുന്ന പോലെ ദൈവത്തിന് മാത്രമേ അറിയൂ എന്നതിന് മറുപടി പറയാൻ കഴിയും. പക്ഷെ ഒരു കാര്യം വളരെ സുതാര്യമാണ്: ഒരുപാട് ലീഡുകൾ, ഒരുപാട് ഡീലുകൾ ഉന്നത തലങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ ലൈഫ് മിഷൻ കേസിൻ്റെ കാര്യത്തിലായാലും, സ്വർണ്ണക്കടത്തൽ കേസിലായാലും ശരി, ഖുർആനും ഈന്തപ്പഴവും കടത്തിയ കേസിലായാലും ശരി, ആ പുസ്തകങ്ങളുടെ വിതരണത്തിലായാലും ശരി, ഇനിയും കുരുക്കഴിയാത്ത പല ലൂസൻറ്റുകളും അവശേഷിക്കുകയാണ്. അന്വേഷണമൊക്കെ നടത്തി, ശിവശങ്കരനെ കുറച്ച് നാൾ ജയിലിലിട്ടു എന്നുള്ളതിനപ്പുറം ഇത് എത്തേണ്ടിടത്തേക്ക് എത്തി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളത് വലിയ ചെറുതല്ല, വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് അവശേഷിക്കുന്നത്. കാരണം ED എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒരു സമൻസ് അയക്കുന്നു. ആ സമൻസ് കൈപ്പറ്റുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് തിരിച്ച് പ്രതികരിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമതൊരു സമൻസ് അയക്കും. അത് കഴിഞ്ഞാൽ അതിലും പ്രതികരണം ഉണ്ടാകുന്നില്ലെങ്കിൽ മൂന്നാമതൊരു സമൻസ് കൂടിയായി. ഈ 3 സമൻസുകൾക്ക് ശേഷം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന ഇടം എവിടെയാണോ അവിടെ ചെന്ന് റെയ്ഡ് ചെയ്യുക, അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പരിപാടിയിലേക്ക് എന്തുകൊണ്ട് പോയില്ല എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ED ക്ലിഫ് ഹൗസിൻ്റെ പേരിൽ ഇത് അയക്കുന്നതിന് മുമ്പും അവരിത് ആലോചിച്ചും ചർച്ച ചെയ്തും അവരുടെ യോഗം ചേർന്ന് ചെയ്യാറുള്ളൂ. അല്ലാതെ ചുമ്മാതെ സർക്കാർ ഓഫീസിലിരിക്കുന്ന ക്ലറിക്കൽ ജീവനക്കാരൻ കൊടുക്കുന്ന കത്ത് പോലെ കൊടുക്കാറില്ല. ഇതെങ്ങോട്ടാണ് വ്യക്തമായിട്ട് അറിയാം അവർക്ക്. അബുദാബിയിലാണ് അദ്ദേഹം ഉള്ളത്, അബുദാബിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബുദാബിയിലെ ജോലി കിട്ടിയിരിക്കുന്നത് തന്നെ ഒരു ഡീലാണ്. അത് പോട്ടെ, അത് കുഴപ്പമില്ല, ഒരു പാവം പയ്യനാണ്. അതിനെ ബലിയാടാക്കുകയാണോ എന്താണെന്ന് നമുക്കറിയില്ല, വസ്തുതകൾ അറിയില്ലല്ലോ, നമുക്ക് ഊഹാഭോഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പയ്യൻ്റെ പേര് ഇതിനകത്ത് വന്നിരിക്കുന്നു. ഇതിലെങ്ങനെ വന്നിരിക്കുന്നു? ED അതൊന്നും ആലോചിക്കാതൊന്നും ചെയ്യില്ല. കാരണം ഗവൺമെൻറ് ജീവനക്കാരെ ഉത്തരവാദിത്തം കാണിച്ചേ പറ്റൂ. അല്ലെങ്കിൽ കോടതി ശകാരിക്കും, അല്ലെങ്കിൽ അവരുടെ വകുപ്പ് ശകാരിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യാലയത്തിൻ്റെ അല്ലെങ്കിൽ മന്ത്രിയുടെ തന്നെ ശകാരം കേൾക്കാനും പക്ഷേ ജോലി തന്നെ നഷ്ടപ്പെടാനും ഒക്കെ ഇടയാക്കും, ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം എന്തെങ്കിലും സംഭവിച്ചാൽ. അപ്പോൾ ഇത് ആലോചിച്ച് തന്നെയാണ് ഈ കേസിൽ എന്തെങ്കിലും ഡീലല്ല ഞാൻ പറയുന്നത്, ലീഡ് ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടാനുള്ളത് കൊണ്ടാണ്. ഇത് ഒരുപക്ഷെ പ്രതി ആയതുകൊണ്ടായിരിക്കത്തില്ല, ഇദ്ദേഹത്തിൽ നിന്ന് ലീഡ് കിട്ടാം എന്നുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ടമായിട്ട് ഉള്ള ഒരു സാഹചര്യ തെളിവെന്ന് പറയുന്നത്, ലൈഫ് മിഷൻ പദ്ധതിയിൽ അബുദാബിയിലെ റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന ഏജൻസി പണമിടപാട് നടത്തിയിട്ടുണ്ട്, തട്ടിപ്പുണ്ടെന്നും പറയും. വലിയൊരു തട്ടിപ്പ് പാവങ്ങളുടെ പേരിൽ നടത്തിയിട്ടുണ്ടെന്നും പറയും. ആ ലീഡ് കിട്ടാൻ വേണ്ടി ആയിരിക്കണം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യണമെന്ന്. ഒരു പക്ഷേ പ്രതിപട്ടികയിലായിരിക്കില്ല, നമുക്കറിയില്ല. അങ്ങനൊരു അതിന് ഞാൻ ഇത് പറയാൻ കാര്യം, ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് കത്തി എന്നു. സാധാരണഗതിയിൽ ആളില്ലാത്ത സ്ഥലത്തേക്ക് ഒരു കത്തി എന്നാൽ എന്താ സംഭവിക്കുക? അത് നേരെ തിരിച്ചങ്ങ് പോകും, കത്ത് തിരിച്ച്. ഈ അഡ്രസ്സിൽ ഒരാൾ ഇവിടെ ഇല്ല എന്നായിരുന്നു ഉത്തരം. സ്വന്തം മകൻ്റെ കാര്യമാണ്, മുഖ്യമന്ത്രി താമസിക്കുന്ന കെട്ടിടമാണ്, വീടാണ്, ഔദ്യോഗിക വസതിയാണ്. ഈ പേരിൽ ഒരാൾ ഈ വീട്ടിൽ താമസിക്കുന്നില്ല, തീർന്നു. അങ്ങനെയാണ് തിരിച്ചു എന്നതിന് ശേഷം ED ഇതിനെക്കുറിച്ചൊരു ഫോളോ അപ്പും പിന്നെ നടത്തിയില്ല എന്ന് പറഞ്ഞാൽ ഈ ലീഡ് അവരുടെ കേസിനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രധാനമല്ല എന്നുള്ളതായിരിക്കാം. ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു അതും കൂടെ വേറൊരു കാര്യം കൂടെ ചേർത്ത് വായിച്ചാൽ ഇത് മനസ്സിലാവും. ആ ദിവസം തന്നെ, തിരിച്ചു ചെന്ന ദിവസം തന്നെ M ശിവശങ്കർ അറസ്റ്റിലാണ്. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു 3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റിലേക്ക് എത്തപ്പെടുന്നത്. അതിന്റെ മറവിലാണ് ഈ ഒരു
സമൻസ് വന്നതും ഈ സമൻസിന് ശേഷം സമൻസിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള മുന്നോട്ടുള്ള നീക്കങ്ങളില്ലാത്തതും. അപ്പോൾ ഇവിടെ താങ്കൾ പറഞ്ഞു വെക്കുന്ന പോലെയാണെങ്കിൽ ഇതിനകത്ത് വലിയ ലീഡൊന്നും കിട്ടാനില്ലാത്ത സാധ്യത. അപ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞ ശരിയാണല്ലോ. വി ശിവൻകുട്ടി ഒരു കാര്യം പറയുന്നുണ്ട്, ഈ കഴമ്പുള്ള കേസ് അല്ലാത്തതിനാൽ ആണ് ഇദ്ദേഹത്തിന് ഹാജരാകേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തി. ഇ ഡി വെറുതെ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ലല്ലോ. ഇ ഡി എന്തുകൊണ്ടാണ് പിന്നെ വിളിക്കാത്തത്? അങ്ങനെ ഇ ഡിക്ക് ഇങ്ങനെ കളിച്ച് ചെറിയ വിവരങ്ങൾ മാത്രം അറിയാനുള്ള ഒരു അല്ല ആ കാര്യമാണെങ്കിൽ ഈ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നോട്ടീസ് സമൻസ് അയക്കേണ്ട ആവശ്യമുണ്ടോ? ഇ ഡി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ കേന്ദ്ര ഭരിക്കുന്ന ഏജൻസിയാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിലിരിക്കുന്ന ഏജൻസിയാണ്. അവരെ നിയന്ത്രിക്കുന്നത് മറ്റോ ആരോ ആയിക്കോട്ടെ, അത് എൻ്റെ അല്ല വിഷയം. ഈ ഏജൻസി എന്ന് പറയപ്പെടുന്ന എപ്പോഴും വളരെ കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്നവരാണ്. വെറുതെ ഒരു പോലീസ് അന്വേഷണം പോലെ നടക്കുന്ന അന്വേഷണമല്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മിക്കവാറും ഈ ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു സമൻസ് അയച്ചതിന് ശേഷം അത് വെറുതെ ആയിരിക്കും. അപ്പോൾ പിന്നെ എന്തായിരുന്നാലും CPM-ഉം ഈ പറയുന്ന വി ശിവൻകുട്ടിയൊക്കെ പറയുന്നതായിരിക്കും കറക്റ്റ്. കാരണം മനോരമയ്ക്ക് ഇവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ മനോരമ എങ്ങനെയാണ് ഇത് അച്ചടിച്ചത്? കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, അത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഇടമുള്ള സ്ഥലത്ത് എന്തുകൊണ്ടാണ് പേന കൊണ്ട് എഴുതിയതെന്ന് ചോദിക്കുന്നുണ്ട്. മഷി കൊണ്ട് എഴുതിയത്, അതായത് ആ പേര് വിവേക് കിരൺ എന്നുള്ള പേര്, ക്ലിഫ് ഹൗസ് എന്നുള്ള പേര്, തിരുവനന്തപുരം എന്നുള്ള പേരൊക്കെ അത് മാത്രം ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ ക്യാപ്സൂൾ വിഴുങ്ങുന്ന CPM-കാരുടെ ഒരു ബുദ്ധി കഴിഞ്ഞ ദിവസം പ്രയോഗിക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞു വെക്കുന്നതാണെങ്കിൽ ഇ ഡിക്ക് അത്ര പ്രയോജനകരമല്ലാത്തതാണ് എന്ന് പറയുന്ന പോലെ ശിവൻകുട്ടി പറഞ്ഞതിനോട് നമ്മൾ യോജിക്കേണ്ടി വരില്ല അങ്ങനെയാണെങ്കിൽ. ഞാനൊരു കാര്യം, ഇ ഡിയുടെ കേസുകളെ പറ്റി ഞാനൊരു അന്വേഷണമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ CBIയുടെ എനിക്കറിയാവുന്ന ഒരു കേസിൻ്റെ കാര്യം ഞാൻ പറയാം. ഒരാൾ, ഇന്നയാളെന്ന് നമ്മൾ പറയുന്നില്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്, അയാളുടെ പേര് CBI അന്വേഷണം വന്നു. വൻതോതിൽ അഴിമതി നടത്തി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞാലും ഇയാൾ ഇത് സമ്മതിക്കുകയില്ല, കുറ്റം സമ്മതിക്കുകയില്ല എന്ന് വന്ന ഘട്ടത്തിൽ CBI എന്താ ചെയ്തതെന്നറിയാം? അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചു വരുത്തി. ഒരു പ്രതിയല്ല പുള്ളി, കൊച്ചുപയ്യൻ, ജൂനിയറല്ല, മേജർ തന്നെയാണ്. വിളിച്ചു വരുത്തി ഈ പ്രതിയുടെ മുമ്പിൽ വെച്ച് വന്ന് ഒറ്റ ഇടി കൊടുത്തു. ഈ ഇടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ലീഡിങ് വന്നു. പ്രതി തന്നെ കുറ്റം സമ്മതിച്ചു. ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. പത്രങ്ങളിലൊന്നും വാർത്തയല്ലത്. അപ്പോൾ സത്യം പുറത്തു വരാൻ പറ്റും. മുഖ്യമന്ത്രി ഇതിൽ പ്രതിയാണെന്നാണെന്ന് പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രി പ്രതിയാണെന്ന് പറഞ്ഞിരുന്നപ്പോൾ അദ്ദേഹം ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല, പാർട്ടിയും സമ്മതിച്ചിരുന്നില്ല. അദ്ദേഹം ഇതിനേക്കാളൊക്കെ എത്രയോ ഒരു ഉന്നതമായിട്ടുള്ള ക്ലൗട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെ കൊണ്ട് ഇതിൻ്റെ സത്യം പറയിപ്പിക്കണമെങ്കിൽ ഏറ്റവും മർമ്മപ്രദേശത്ത് തന്നെ അറ്റാക്ക് ചെയ്യണം. ഇതാണ് ഇ ഡി കേന്ദ്ര ഏജൻസികളെല്ലാം ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഊഹമാണ് ഈ പറയുന്നത്. ഊഹങ്ങളേ ഉള്ളൂ ഇതിൽ, നമുക്ക് നേരിട്ട് ബോധ്യങ്ങളില്ല. അപ്പോൾ ഇത് ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വഴങ്ങും. ആ ദിവസം തന്നെ, അതാണ് ഞാൻ ഈ ചേർത്ത് കൂട്ടി വായിക്കണമെന്ന് പറഞ്ഞത്, ആ ദിവസം തന്നെയാണ് ശിവശങ്കർ അറസ്റ്റിലാണ്. അപ്പം ശിവശങ്കറെക്കുറിച്ചുള്ള സകല സീക്രട്ടുകളും കേസിൻ്റെ നാൾ വഴി പറയുക അറിയാം മുഖ്യമന്ത്രിക്ക്. പുള്ളി അറിയാതെ ഒരു കാര്യവും അവിടെ നടക്കുകയല്ല. അപ്പോൾ മറ്റ് മുഖ്യമന്ത്രിമാരെ പോലല്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ലീഡ്, ശിവശങ്കറിനെക്കുറിച്ച് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ തെളിവ് വെച്ചിട്ടായിരിക്കണം, ആ തെളിവ് പറഞ്ഞത് കേട്ടല്ല, അത് അവർക്കൊരു ലീഡായിരുന്നു. ആ ലീഡ് വെച്ചിട്ടായിരിക്കണം ശിവശങ്കറെ അറസ്റ്റ് ചെയ്തത്, ജയിലിൽ കൊണ്ടിട്ടതും. ഈ ശിവശങ്കറുമായിട്ടുള്ള ഈ ചോദ്യം ചെയ്യലിലടക്കം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൻ്റെ പേരടക്കം പുറത്തു വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന, താങ്കൾ നേരത്തെ പറഞ്ഞ റെഡ് ക്രസൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വളരെ വലിയ കൈക്കൂലി ഇടപാടുകൾ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനകത്താണ് ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളുടെ പേരിലാണ് ഇദ്ദേഹത്തിന് ഒരു സമൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞു വെക്കുന്നതിനോട് ഞാനും വേണമെങ്കിൽ യോജിക്കാം. അതായത് ഈ മുഖ്യമന്ത്രിയെ പിടിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മകനെതിരെ അങ്ങനെ ഒരു ആരോപണം വയ്ക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സംശയം വിളിക്കുക, അതൊരു ശരിയായിട്ടുള്ള ഒരു രീതിയൊന്നുമല്ല. പക്ഷെ അങ്ങനെ ചെയ്യുക, താങ്കൾ പറയുന്ന പോലെ മുഖ്യമന്ത്രിയെ കൊണ്ട് കൃത്യമായ കണക്ക് പറയിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടിരിക്കുക, അതിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ കേന്ദ്ര ഏജൻസികൾ പിന്നെ അതിനുശേഷം വേറൊരു ഫോളോ അപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ചോദ്യം. അതിനുശേഷം ഈ മുഖ്യമന്ത്രിയും കേന്ദ്രവും തമ്മിൽ, അതായത് BJP-യും CPM-ഉം തമ്മിൽ, അങ്ങനെയാണ് അത് പറയേണ്ടത്. കാരണം BJP-യും CPM-ഉം തമ്മിൽ ഒരു പാലമിടുന്നത് പോലെ തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അവർക്ക് കിട്ടേണ്ട ലീഡ് കിട്ടി, പ്രൊഫഷണലായിട്ട് അവർക്ക് വേണ്ട വസ്തുതകൾ കിട്ടി, പ്രധാനപ്പെട്ട സോഴ്സിൽ നിന്ന് തന്നെ, കുതിര മുഖത്തുനിന്ന് തന്നെ വെച്ചോളുക. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള സമൻസ് ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ തന്നെ ഇവർ ചെയ്യേണ്ടത് പിന്നെ വിദേശയാത്ര, അതിന് പെർമിഷൻ വാങ്ങിക്കണം, വിദേശയാത്ര പോകണം. വിദേശയാത്രയുടെ കാര്യത്തിൽ അവർക്ക് അനുവാദം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ വിദേശത്തേക്ക് പോകേണ്ടി വരുമ്പോൾ വേറെ ഏജൻസിയാണ് അന്വേഷണം അവർക്ക് എടുക്കേണ്ടി വരിക. ഒരുപാട് ഗവൺമെൻറ് കാര്യം ചുവപ്പ് നാടയിലൊക്കെ കുരുങ്ങും. അത് പിന്നെ
അതിന് അനുവാദം വാങ്ങിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണ്ടി വരും. വിദേശത്തുനിന്ന് ആളിനെ വിളിച്ചു വരുത്തുക എന്ന് പറയുന്ന കാര്യം, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല എന്ന് അവർക്ക് വി ശിവൻകുട്ടി പറഞ്ഞ പോലെ തോന്നിക്കാണില്ലെങ്കിൽ പിന്നെ അത് അവരെ അവിടെ വെച്ച് ഉപേക്ഷിക്കില്ല. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ മറുവശത്ത് ഈ കാര്യങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴെല്ലാം മുഖ്യമന്ത്രി ഒരു ഡൽഹി സന്ദർശനം നടത്താറുണ്ട്. ആ ഡൽഹി സന്ദർശനം വഴി അദ്ദേഹം വേണ്ടപ്പെട്ടവരെയൊക്കെ കാണാറുമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ KV തോമസ് എന്ന് പറയുന്ന ക്യാബിനറ്റ് പദവിയിലുള്ള ഉദ്യോഗസ്ഥനെ അവിടെ വെച്ചിരിക്കുന്നത് തന്നെ ഉന്നതങ്ങളിലെ ഈ കാര്യം നമുക്കറിയാമല്ലോ, നമുക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ കെട്ടിടത്തിന് ഒരു നമ്പർ അനുവദിച്ച് കിട്ടണമെങ്കിൽ വരെ സ്വാധീനം വേണം. വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു രജിസ്ട്രേഷൻ കൈക്കൂലി കൊടുക്കാതെ നടക്കത്തില്ല, വസ്തുവിൻ്റെ രജിസ്ട്രേഷനായി. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് ഡൽഹിയിലെ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി ഒരു വലിയ പവർഫുള്ളായിട്ടുള്ള ക്ലൗട്ടുള്ള എല്ലാവരെയും പരിചയമുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി വേണം. അതിനുവേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ പോസ്റ്റ് എന്നാണ് എൻ്റെ സംശയം. അല്ലാത്ത രീതിയിൽ നമുക്ക് കേരള ഹൗസിൽ തന്നെ നമ്മുടെ റെസിഡൻസ് കമ്മീഷനുണ്ട്, അതുവഴി അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനൊന്നും പ്രയാസമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പോസ്റ്റാണ് KV തോമസിൻ്റേത് എന്ന് ഞാൻ സംശയിക്കുന്നു. ഇത് സംശയം മാത്രമാണ്, വസ്തുതയാണോ എന്ന് എനിക്കറിയില്ല. അല്ല, ഈ കേന്ദ്ര ഏജൻസികൾ എന്ന് പറഞ്ഞാൽ അവർ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഏജൻസിയാണ്. അത് ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കാറില്ല എന്നതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സംശയമാണ് ഇതൊക്കെ. ഈ 2023 സമൻസ് അയച്ചതിനു ശേഷം ഇദ്ദേഹത്തിനെ ബാക്കി നമുക്കറിയാം, ബാക്കി ആർക്കെതിരെ സമൻസ് അയച്ചിട്ടുണ്ടോ അവരെ എല്ലാം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. 3 പ്രാവശ്യത്തെ സമൻസിന് ശേഷം റെയ്ഡ് നടത്തി പിടിക്കേണ്ടവരാണെങ്കിൽ റെയ്ഡ് നടത്തി, വീട്ടിനകത്ത് റെയ്ഡ് നടത്തി പിടിക്കാൻ പറ്റുന്നവരെ പിടിക്കുക തന്നെ ചെയ്യും. അതിനൊന്നും ഇടിക്കുക ആരുടെ ചോദിക്കേണ്ട ആവശ്യമില്ല. അവർ കൃത്യമായിട്ട് അവരുടെ വഴി റൂട്ട് ക്ലിയർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അതിനകത്ത് അപ്പോൾ അത്രയും ഉത്തരവാദിത്വമുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ED എന്ന് പറയപ്പെടുന്നത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് ഒരു നോട്ടീസ് അയച്ച് വിളിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞതല്ലേ, ഇപ്പോൾ ഇവിടെ ശിവൻകുട്ടി പറയുന്ന ഒരു വാചകം കൂടിയാണ് ഞാൻ പറയുന്നത്. കാരണം കേന്ദ്ര ഏജൻസി എന്ന് പറയപ്പെടുന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന ഒരു ഏജൻസിയായി തീർന്നു എന്നാണ് വി ശിവൻകുട്ടി പറയുന്നത്. അപ്പോൾ അത് ശരിയാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരില്ലേ? അങ്ങനെയാണ്. അപ്പോൾ അത് ശരിയാവുന്നുണ്ട്. കേന്ദ്രം പറഞ്ഞു അന്വേഷിക്കേണ്ട അന്ന് EDയോട് പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ഒഴിവാക്കി തരണം, കേന്ദ്രം സഹകരിച്ചു, EDയോട് പറഞ്ഞു. അങ്ങനെ വരാമല്ലോ. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇത് പിന്നെ ഗോവൻ പറയാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. വേറൊരു വ്യാഖ്യാനം, ഇത് മനോരമയിൽ വന്ന വാർത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇപ്പൊ എല്ലാത്തിനും ഒരു എക്സ്ക്യൂസ് വന്നിരിക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ കസേരകളില്ലാത്ത ഫോട്ടോ പത്രത്തിൽ വന്നു, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇപ്പൊ എന്ത് കള്ളത്തരം, എന്ത് സത്യങ്ങൾ പറഞ്ഞാലും അതെല്ലാം ആർട്ടിഫിഷ്യൽ എന്ന് പറയാനുള്ള പുതിയൊരു നറേറ്റീവും കൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കേസിലും അത് തന്നെ നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഇതിൻ്റെ ദുരൂഹത എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏജൻസി ഒന്നും അല്ല ഈ ED എന്ന് പറയപ്പെടുന്നത്. അത് അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ 2023 അങ്ങനെ ഒരു സമൻസ് അയച്ചിട്ട് പിന്നെ അതിനൊരു ഫോളോ അപ്പ് ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുമല്ലോ അതെന്തുകൊണ്ടാണ് 2 വർഷമായിട്ട് ഒരു ഫോളോ അപ്പ് ഇല്ലാതാകുമോ, അല്ലെങ്കിൽ ഒരു ഇത്രയും ദുരൂഹമാകുന്നത് ആ ഫോളോ അപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ദുരൂഹതയായിട്ട് തോന്നുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കള്ളപ്പണ ഇടപാടാണ്. അപ്പോൾ ആ ഇടപാടിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ED പോകാതിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ശിവൻകുട്ടി പറഞ്ഞ പോലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അനുസരിച്ചുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നിരിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.